unit of the third module, that is cost center and inventory information. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോസ്റ്റ് സെന്ററും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടു. ഇന്ന് കാണാൻ പോകുന്നത് ഇൻവെന്ററി ഇൻഫർമേഷൻ. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെന്ററി മീൻസ് സ്റ്റോക്ക് ഓർ ദ ഗുഡ്സ് ദാറ്റ് ആർ stored for the purpose of production or sale. It can be raw materials, semi-finished goods and finished goods. അപ്പോൾ ഉൽപാദനത്തിനോ അല്ലെങ്കിൽ വിൽപ്പനയ്ക്കോ വേണ്ടി സംഭരിച്ചു വെക്കുന്ന ഗുഡ്സ്, ചരക്കുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റോക്ക് അഥവാ ഇൻവെന്ററി എന്ന് വിളിക്കുന്നത്. അത് റോ മെറ്റീരിയൽസ് ആകാം. റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംസ്കൃത വസ്തുക്കൾ, പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, അതായത് പ്രൊഡക്ഷന്റെ വിവിധ ഘട്ടങ്ങളിൽ എത്തി നിൽക്കുന്ന ഗുഡ്സിനെ നമ്മൾ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നു. അതല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആകാം. കംപ്ലീറ്റ് പ്രോസസ്സിംഗ് കഴിഞ്ഞതിനെ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് വിളിക്കും. അപ്പൊ ഇത് എല്ലാം തന്നെ എന്താണ്? സ്റ്റോക്ക് അഥവാ ഇൻവെന്ററി എന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇൻവെന്ററി ഇൻഫോർമേഷൻ മെനു ഇൻ ടാലിയാണ്. And they are stock groups, stock categories, stock items, unit of measure and godowns. Firstly, we will see stock groups. Stock groups എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ all those stock items which are of common nature can be grouped together. അപ്പോൾ ഒരേ സ്വഭാവമുള്ള സ്റ്റോക്ക് ഐറ്റത്തിനെല്ലാം ഒരു ഗ്രൂപ്പിന്റെ കീഴിൽ കൊണ്ടുവരുന്നു. അതിനെയാണ് നമ്മളിവിടെ സ്റ്റോക്ക് ഗ്രൂപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഷോപ്പിൽ അവർ ഡീൽ ചെയ്യുന്നതും ഡിഫറെന്റ് മൊബൈൽസ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ അതില് സാംസങ് മൊബൈൽസ് ഉണ്ട്, ഓപ്പോ മൊബൈൽസ് ഉണ്ട്. അതിലിപ്പോ സാംസങ്ങിൽ തന്നെ സാംസങ് ഗാലക്സി M31 ഉണ്ട്, M51 ഉണ്ട്, അല്ലെങ്കിൽ ഓപ്പോയില് F17 ഉണ്ട്, F17 Pro, അങ്ങനെ ഡിഫറെന്റ് വേർഷൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഈ പറയുന്ന സ്റ്റോക്ക് ഐറ്റം എല്ലാം ഒരു പ്രത്യേകത ഉണ്ട്. അതിന് എല്ലാം ഒരു F17 Pro എന്ന് പറയുന്നത് ഒരു ബ്രാൻഡിന്റെ കീഴിലാണ് വരുന്നത്, അല്ലെ? അപ്പോ ബ്രാൻഡിനെ നമുക്ക് എന്താക്കി കണക്കാക്കാം? ബ്രാൻഡ്സ് ആയ സാംസങ്ങിനെയും ഓപ്പോനെയും സ്റ്റോക്ക് ഗ്രൂപ്പായിട്ട് കണക്കാക്കുകയും അതിന് കീഴിലുള്ള സ്റ്റോക്ക് ഐറ്റം എല്ലാം അതിലേക്ക് കൊണ്ടുവരികയും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് ഇവിടെ സ്റ്റോക്ക് ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ സ്റ്റോക്ക് ഗ്രൂപ്പ്സ് നമുക്ക് ടാലിയിൽ സിംഗിൾ മോഡിലും മൾട്ടിപ്പിൾ മോഡിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് സിംഗിൾ മോഡിൽ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതിനായിട്ട് സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, സ്റ്റോക്ക് ഗ്രൂപ്പ്സ്, സിംഗിൾ, ക്രിയേറ്റ്. അപ്പൊ അതിന്റെ ഹൈലൈറ്റഡ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കീസ് എന്ന് പറയുന്നത് ഇൻവെന്ററി ഇൻഫോയുടെ ഐയും സ്റ്റോക്ക് ഗ്രൂപ്പ്സിന് ജിയുമാണ്. അപ്പൊ അതിന്റെ ഷോർട്ട് കട്ട് പാത്ത് എന്ന് പറയുന്നത് IGC. അതിനുശേഷം പുതിയൊരു വിൻഡോ ഓപ്പൺ ആവും. ആ വിൻഡോയിൽ നമ്മൾ വി ഹാവ് ടു ഫിൽ ദ ഡീറ്റെയിൽസ്. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ്? ഫസ്റ്റ് യു ഹാവ് ടു ടൈപ്പ് ദ നെയിം ഓഫ് ദ സ്റ്റോക്ക് ഗ്രൂപ്പ്. അതിനുശേഷം അണ്ടർ എന്നുള്ള ക്വസ്റ്റ്യന് നമ്മൾ പ്രൈമറി സെലക്ട് ചെയ്യാം ഇഫ് യു ആർ ക്രിയേറ്റിംഗ് എ ന്യൂ സ്റ്റോക്ക് ഗ്രൂപ്പ്. അതല്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്ക് ഗ്രൂപ്പിന് കീഴിൽ വേറെ സ്റ്റോക്ക് ഗ്രൂപ്പ്സും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ സബ് ഗ്രൂപ്പ്സ് ആണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഏത് സ്റ്റോക്ക് ഗ്രൂപ്പിന് കീഴിലാണെന്നുള്ളത് അണ്ടറിന്റെ അവിടെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ക്യാൻ ക്വാണ്ടിറ്റീസ് ഓഫ് ഐറ്റം ബി ആഡഡ് എന്നാണ്. അതിന് നമ്മൾ യെസ് എന്നാക്കണം. കാരണം ഈ സ്റ്റോക്ക് ഗ്രൂപ്പിന് കീഴിൽ വരുന്ന എല്ലാ സ്റ്റോക്ക് ഐറ്റത്തിന്റെ ടോട്ടൽ അറിയണമെന്നുണ്ടെങ്കിൽ അത് യെസ് ആക്കിയാൽ മാത്രമാണ് നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് അവിടെ നമ്മൾ യെസ് ആക്കുന്നത്. ദെൻ യു ക്യാൻ സേവ് ദ സ്ക്രീൻ. To display, gateway of tally, inventory info, stock groups, single, display, IGD. To alter, gateway of tally, inventory info, stock groups, single, alter. എന്നിട്ട് നമ്മൾ ഏതാണ് ഓൾട്ടർ ചെയ്യേണ്ട ഗ്രൂപ്പ് എന്ന് വെച്ചാൽ അതിനെ സെലക്ട് ചെയ്യുക. യു ഹാവ് ടു മേക്ക് ദ നെസറി ചേഞ്ചസ്, ദെൻ സേവ് ഇറ്റ്. അടുത്തതോ ഡിലീറ്റ് ചെയ്യണമെങ്കിലോ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഇതേ സ്റ്റെപ്സ് തന്നെയാണ്, ഓൾട്ടറേഷന്റെ സ്റ്റെപ്സ് തന്നെയാണ്. gateway of tally, inventory info, സ്റ്റോക്ക് ഗ്രൂപ്പ്, സിംഗിൾ, ഓൾട്ടർ. എന്നിട്ട് വി ഹാവ് ടു സെലക്ട് ദ ഗ്രൂപ്പ് ദാറ്റ് ഇസ് ടു ബി ഡിലീറ്റഡ്. അതിനുശേഷം പ്രസ് ഓൾട്ട് പ്ലസ് ഡി. ഇങ്ങനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് മൾട്ടിപ്പിളിൽ ചെയ്യണമെന്ന് കാണാം. അതിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് മൾട്ടിപ്പിളിൽ ടു ക്രിയേറ്റ്, ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, സ്റ്റോക്ക് ഗ്രൂപ്പ്സ്, മൾട്ടിപ്പിൾ, ക്രിയേറ്റ്. അവിടെ ഹൈലൈറ്റഡ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഷോർട്ട് കട്ട് പാത്ത് എന്ന് പറയുന്നത് IGR. ദെൻ ടു ഡിസ്പ്ലേ, gateway of tally, inventory info, stock groups, multiple, display, IGI. Then to alter, gateway of tally, inventory info, stock groups, multiple, alter. And shortcut path എന്ന് പറയുന്നത് IGT. അടുത്തത് സ്റ്റോക്ക് കാറ്റഗറീസ് ആണ് കാണാൻ പോകുന്നത്. സ്റ്റോക്ക് കാറ്റഗറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഗ്രൂപ്പ്സ് വിച്ച് ആർ സിമിലർ നേച്ചർ ആർ ഗ്രൂപ്പ്ഡ് ഇൻടു വൺ കാറ്റഗറി. അതായത് ഒരേ സ്വഭാവമുള്ള സ്റ്റോക്ക് ഗ്രൂപ്പ്സ് എല്ലാം ഒരു കാറ്റഗറിക്ക് കീഴിൽ കൊണ്ടുവരുന്നു. നേരത്തെ നമ്മൾ കണ്ട എക്സാമ്പിൾ പ്രകാരം ഓപ്പോ, സാംസങ് എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റോക്ക് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്തു. ഇതെല്ലാം എന്താണ്? മൊബൈൽസിന്റെ കീഴിൽ വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ സ്റ്റോക്ക് കാറ്റഗറി ആയിട്ട്
മൊബൈൽസിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ദർ ആർ നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ്. അതായത് ഇത് ഇങ്ങനെ ചെയ്യാവൂ, ഗ്രൂപ്പ് തിരിക്കാവൂ എന്നൊരു നിർബന്ധവും ഇല്ല. ഓരോ ബിസിനസ്സിനും അവരുടെ ആവശ്യപ്രകാരം അവരുടെ നേച്ചർ ഓഫ് ദ ഐറ്റം അതിന്റെ പ്രത്യേകത അനുസരിച്ച് അവർക്ക് ഏതിന് വേണമെങ്കിലും സ്റ്റോക്ക് ഗ്രൂപ്പായിട്ടും സ്റ്റോക്ക് കാറ്റഗറി ആയിട്ടും ക്ലാസിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ടാലിയിൽ എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യണമെന്ന് സിംഗിൾ ആൻഡ് മൾട്ടിപ്പിൾ മോഡിൽ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ സിംഗിളിൽ ചെയ്യാനായിട്ട് സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, സ്റ്റോക്ക് കാറ്റഗറീസ്, സിംഗിൾ, ക്രിയേറ്റ്. അവിടെ സ്റ്റോക്ക് കാറ്റഗറീസിന്റെ സി ആണ് ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഷോർട്ട് കട്ട് പാത്ത് ICC. ഇനി ഡിസ്പ്ലേ ചെയ്യണമെങ്കിലോ ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, സ്റ്റോക്ക് കാറ്റഗറീസ്, സിംഗിൾ, ഡിസ്പ്ലേ, ദാറ്റ് ഈസ് ICD. Then to alter, gateway of tally, inventory info, stock categories, single, alter, that is ICA. ഇതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ സിംഗിളിൽ ഓൾട്ടർ ചെയ്ത പോലെ തന്നെ ചെയ്യണം. ദാറ്റ് ഈസ് ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, സ്റ്റോക്ക് കാറ്റഗറീസ്, സിംഗിൾ, ഓൾട്ടർ. എന്നിട്ട് വി ഹാവ് ടു സെലക്ട് ദ കാറ്റഗറി ദാറ്റ് ഈസ് ടു ബി ഡിലീറ്റഡ്. അതിന് ഡിലീറ്റ് ചെയ്യാം ബൈ പ്രസിംഗ് Alt+D. ഇനി ഇത് മൾട്ടിപ്പിൾ ചെയ്യണം എങ്ങനെയെന്ന് കാണാം. മൾട്ടിപ്പിൾ ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ സ്റ്റെപ്പുകൾ ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, സ്റ്റോക്ക് കാറ്റഗറി, മൾട്ടിപ്പിൾ, ക്രിയേറ്റ്, ദാറ്റ് ഈസ് ICR. ദെൻ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ICI. അതെങ്ങനെയാണ് ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, സ്റ്റോക്ക് കാറ്റഗറി, മൾട്ടിപ്പിൾ, ഡിസ്പ്ലേ. ഇനി ഓൾട്ടർ ചെയ്യാനോ ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, സ്റ്റോക്ക് കാറ്റഗറി, മൾട്ടിപ്പിൾ, ഓൾട്ടർ. അതിന്റെ ICT. ഇങ്ങനെയാണ് നമ്മൾ ഓൾട്ടർ ചെയ്യുന്നത്. ദെൻ വി ക്യാൻ മേക്ക് ദ നെസസറി ചേഞ്ചസ് ആൻഡ് സേവ് ഇറ്റ്. ഇനി ഈ പറഞ്ഞ സ്റ്റോക്ക് ഗ്രൂപ്പ്സും സ്റ്റോക്ക് കാറ്റഗറീസും ടാലിയിൽ എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ ടാലിയിൽ ഇൻവെന്ററി ഇൻഫോ മെനു ആണ് ആദ്യം കാണാൻ പോകുന്നത്. ഗേറ്റ്വേ ഓഫ് ടാലിയിൽ മാസ്റ്റേഴ്സിൽ ഇൻവെന്ററി ഇൻഫോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മെനു കാണാം. സ്റ്റോക്ക് ഗ്രൂപ്പ്സ്, സ്റ്റോക്ക് കാറ്റഗറീസ്, സ്റ്റോക്ക് ഐറ്റംസ്, യൂണിറ്റ്സ് ഓഫ് മെഷർ, ഗോഡൌൺസ് എന്നിവയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റോക്ക് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റോക്ക് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഇൻവെന്ററി ഇൻഫോയിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നു. സ്റ്റോക്ക് ഗ്രൂപ്പ്സ് G ആണ് അതിന്റെ ഷോർട്ട് കട്ട് കീ, അതിൽ എൻ്റർ ചെയ്യുന്നു. സിംഗിളിൽ ക്രിയേറ്റ് C ആണ് അതിന്റെ ഷോർട്ട് കട്ട് കീ. അപ്പോൾ നമ്മുടെ ക്രിയേഷനുള്ള വിൻഡോ ഓപ്പൺ ആയി. അപ്പോൾ അതിൽ ആദ്യം തന്നെ നെയിം ആണ് ടൈപ്പ് ചെയ്യേണ്ടത്. നമ്മുടെ എക്സാമ്പിൾ പ്രകാരം നമ്മൾ സാംസങ് ആണ് ആദ്യം ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റോക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സാംസങ് എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. അലിയാസ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് നെയിം ആണ്. ഓൾട്ടർനേറ്റീവ് നെയിം ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്ത് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം അണ്ടർ പ്രൈമറി ആണ് അവിടെ പോപ്പപ്പ് ലിസ്റ്റിൽ കാണാൻ സാധിക്കുന്നത്. അത് ഡിഫോൾട്ടായിട്ട് ടാലിയിലുള്ളതാണ്. ഇതിൽ മുൻപ് വേറൊരു ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവിടെ വേറെ ഗ്രൂപ്പ്സ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ പ്രൈമറി തന്നെ നമുക്ക് എൻ്റർ ചെയ്യാം. ഇത് സേവ് ചെയ്തതിന് ശേഷം വീണ്ടും കാണാനായി നമുക്ക് ആ ലിസ്റ്റിൽ സാംസങ് എന്നും കാണാൻ സാധിക്കും. അപ്പോൾ ഈ സാംസങ്ങിന് കീഴിൽ വേറെ ഗ്രൂപ്പ്സും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഷുഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഐറ്റംസ് ബി ആഡഡ് എന്നാണ് അടുത്ത് ചോദിക്കുന്നത്. അത് നമുക്ക് യെസ് ആക്കാം. ഇത് യെസ് ആക്കിയാലാണ് നമുക്ക് ഈ ഗ്രൂപ്പിന് കീഴിൽ വരുന്ന എല്ലാ ഐറ്റത്തിൻ്റെയും ടോട്ടൽ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തത് സെറ്റ് ഓർ ഓൾട്ടർ GST ഡീറ്റെയിൽസ് ആണ്. അത് നോ തന്നെ കൊടുക്കാം. കാരണം ഇവിടെ നമ്മൾ GSTയുടെ റേറ്റ്സ് കൊടുക്കേണ്ട കാര്യമില്ല. സ്റ്റോക്ക് ഐറ്റത്തിലാണ് നമ്മൾ ആ റേറ്റ്സ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി അത് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ് എന്താണ്? ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, സ്റ്റോക്ക് ഗ്രൂപ്പ്സിൽ സിംഗിളിൽ ഡിസ്പ്ലേ D എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ലിസ്റ്റ് കാണാം. ആ ലിസ്റ്റിൽ ഏതിനെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ കാണാനായിട്ട് സാധിക്കും. ഇനി അത് ഓൾട്ടർ ചെയ്യാനോ? ഓൾട്ടർ ചെയ്യാനായിട്ട് ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, സ്റ്റോക്ക് ഗ്രൂപ്പ്സിൽ സിംഗിളിൽ ഓൾട്ടർ A എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ലിസ്റ്റ് വന്നു. ആ ലിസ്റ്റിൽ നിന്ന് ഏതാണ് ഓൾട്ടർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇതിൽ സാംസങ്ങിൻ്റെ ഇത് വന്നു. ഇതിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അതിൽ ടൈപ്പ് ചെയ്ത് അതിൻ്റെ ചേഞ്ചസ് വരുത്തിയിട്ട് സേവ് ചെയ്യാം. എൻ്റർ അടിച്ച് സേവ് ചെയ്യാം, അല്ലെങ്കിൽ Ctrl A അടിച്ച് സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മളത് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ബാക്ക് അടിക്കും. ഇനി അത് ഡിലീറ്റ് ചെയ്യണമെങ്കിലോ? ഡിലീറ്റ് ചെയ്യാനും ഇതേ സ്റ്റെപ്സ് തന്നെയാണ്. ദാറ്റ് ഈസ് ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, സ്റ്റോക്ക് ഗ്രൂപ്പ്സിൽ സിംഗിളിൽ ഓൾട്ടറിൽ തന്നെ പോകണം. കാരണം ഡിലീഷൻ ഇസ് പോസിബിൾ ഓൺലി ഇൻ ഓൾട്ടറേഷൻ മോഡ്. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റ് കാണാം. ആ ലിസ്റ്റിൽ നിന്ന് ഏതിനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ഐറ്റം നമ്മൾ സെലക്ട് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു.
എന്നിട്ട് നമ്മൾ കീബോർഡിൽ Alt D പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യണമെന്നുള്ള പ്രോംപ്റ്റ് വന്നു. അത് കൺഫേം ചെയ്യാനായിട്ട് യെസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ Y പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആകും. ഇപ്പോൾ നമുക്ക് ആ ബാക്കിലുള്ള സ്ക്രീനിൽ കാണാൻ സാധിക്കും ഡിസ്പ്ലേയിലും ഓൾട്ടറിലും ഒന്നുമില്ല. കാരണം എന്താണ് ഉള്ളത്? ഡിലീറ്റ് ആയിപ്പോയി. ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അല്ലേ. അടുത്തത് നമ്മൾ സ്റ്റോക്ക് കാറ്റഗറീസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണേ എന്നാണ്. അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഇൻവെൻട്രി ഇൻഫോയിൽ സ്റ്റോക്ക് കാറ്റഗറീസ് C ആണ് അവിടെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്. അതിൽ എൻ്റർ ചെയ്തു. സിംഗിളിൽ ക്രിയേറ്റ്. ആദ്യം തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയി. അതിൽ നെയിം ആണ് കൊടുക്കേണ്ടത്. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് മൊബൈൽ ഫോൺസ് ആണ് നമ്മുടെ എക്സാമ്പിൾ പ്രകാരം. അപ്പോൾ നമ്മൾ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു നെയിം. അടുത്തത് അലിയാസ് ആണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഓൾട്ടർനേറ്റീവ് നെയിം. ഓൾട്ടർനേറ്റീവ് നെയിം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അണ്ടർ പ്രൈമറി ആണ്, കാരണം ഇത് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് പ്രൈമറി ആണ്. അത് പോപ്പപ്പ് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ആയി. ഇനി അത് ഡിസ്പ്ലേ ചെയ്യണമെങ്കിലോ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഗേറ്റ്വേ ഓഫ് ടാലി ഇൻവെൻട്രി ഇൻഫോ സ്റ്റോക്ക് കാറ്റഗറീസിൽ ഡിസ്പ്ലേ എൻ്റർ ചെയ്യുക. അതിൽ ലിസ്റ്റ് ചെയ്യുന്ന നമ്മൾ ഏതിനാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്ലേ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്കത് ഓൾട്ടർ ചെയ്യാനായിട്ട് ഗേറ്റ്വേ ഓഫ് ടാലി ഇൻവെൻട്രി ഇൻഫോയിൽ സ്റ്റോക്ക് കാറ്റഗറീസിൽ സിംഗിളിൽ ഓൾട്ടർ എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഏതാണ് ഓൾട്ടർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെ സെലക്ട് ചെയ്യുക. എന്താണ് അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് വെച്ചാൽ ആ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്കത് സേവ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ മാറ്റം വരുത്താം, അല്ലെങ്കിൽ അത് എൻ്റർ അടിച്ച് നമുക്ക് സേവ് ചെയ്യാനായിട്ട് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അത് ഡിലീറ്റ് ചെയ്യാനും ഇതേപോലെ തന്നെ ഓൾട്ടറേഷൻ സ്റ്റെപ്പ് തന്നെയാണ്. ഗേറ്റ്വേ ഓഫ് ടാലി ഇൻവെൻട്രി ഇൻഫോ സ്റ്റോക്ക് കാറ്റഗറീസിൽ സിംഗിളിൽ ഓൾട്ടറിൽ എൻ്റർ ചെയ്തു. എന്നിട്ട് നമ്മൾ ഏതാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രസ് Alt D. കീബോർഡിൽ Alt D പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യണമെന്നുള്ള പ്രോംപ്റ്റ് ചോദിക്കും. അതിൽ Y എന്ന് അടിക്കുകയോ അല്ലെങ്കിൽ എൻ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ യെസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയി. ഇങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് കാറ്റഗറീസ് ചെയ്യുന്നത്. Our next topic is unit of measure. Units of measure എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the unit which is used to measure a stock item. അപ്പോൾ സ്റ്റോക്ക് ഐറ്റം അളക്കുന്ന അളവ് തന്നെയാണ് നമ്മൾ യൂണിറ്റ്സ് ഓഫ് മെഷർ എന്ന് പറയുന്നത്. ലൈക്ക് എക്സാമ്പിൾ കിലോഗ്രാംസ്, ടൺസ്, പീസസ്, നമ്പേഴ്സ് എന്നൊക്കെ പറയുന്നത് യൂണിറ്റ്സ് ഓഫ് മെഷേഴ്സ് ആണ്. അത് സിമ്പിൾ ആകാം, അതുപോലെ തന്നെ കോമ്പൗണ്ട് ആകാം. സിമ്പിൾ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ യു ആർ യൂസിങ് ഓൺലി സിംഗിൾ യൂണിറ്റ്, ഒരു യൂണിറ്റ് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ സിമ്പിൾ യൂണിറ്റ് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ നേരത്തെ കണ്ടപോലെ കിലോഗ്രാംസ്, ലിറ്റേഴ്സ്, മീറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് സിംഗിൾ യൂണിറ്റ് ആണ്, ഒരു യൂണിറ്റ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ യു ആർ യൂസിങ് മൾട്ടിപ്പിൾ യൂണിറ്റ്സ്, ഒന്നിൽ കൂടുതൽ യൂണിറ്റ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ കോമ്പൗണ്ട് യൂണിറ്റ്സ് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ ബോക്സ് ഓഫ് 12 പീസസ്, ബോക്സ് ഓഫ് 10 നമ്പേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ 2 യൂണിറ്റ് വരുന്നുണ്ട്. ബോക്സ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആണ്, അതുപോലെ തന്നെ പീസസ് എന്ന് പറയുന്നത് വേറൊരു യൂണിറ്റ് ആണ്. അപ്പൊ ഒന്നിൽ കൂടുതൽ യൂണിറ്റ് വരുമ്പോൾ അതിനെ കോമ്പൗണ്ട് യൂണിറ്റ് എന്ന് പറയുന്നു. ഇനി ടാലിയിൽ എങ്ങനെയാണ് യൂണിറ്റ്സ് ഓഫ് മെഷർ ക്രിയേറ്റ് ചെയ്യണമെന്ന് നമുക്ക് കാണാം. അതിനായിട്ട് അതിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗേറ്റ്വേ ഓഫ് ടാലി ഇൻവെന്ററി ഇൻഫോ യൂണിറ്റ്സ് ഓഫ് മെഷർ ക്രിയേറ്റ്. അവിടെ യു ആണ് ഷോർട്ട് കട്ട് കീ. അപ്പോൾ അതിന്റെ ഷോർട്ട് കട്ട് പാത്ത് എന്ന് പറയുന്നത് IUC. ഇനി ക്രിയേഷനുള്ള വിൻഡോ ഓപ്പൺ ആവും. അതിൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കണം. ഡീറ്റെയിൽസ് ലൈക്ക് ഫസ്റ്റ് വി ഹാവ് ടു സെലക്ട് ദ ടൈപ്പ്. ഏത് ടൈപ്പ് ആണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. സിമ്പിളോ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഏതാണെന്ന് വെച്ച് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ചോദിക്കുന്നത് സിമ്പിൾ ആണ്. സിമ്പിൾ മീൻസ് അതിന്റെ ഷോർട്ട് ഫോംസ് ലൈക്ക് കിലോഗ്രാംസിനാണെങ്കിൽ KG, മീറ്റേഴ്സിനാണെങ്കിൽ MTR, നമ്പേഴ്സിനാണെങ്കിൽ NOS, അങ്ങനെ സിമ്പിൾ കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് ഫോർമൽ നെയിം ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഫോർമൽ നമ്മൾ വി ഹാവ് ടു ടൈപ്പ്. ഫോർമൽ നെയിം വി ഹാവ് ടു ടൈപ്പ് ഇറ്റ്. അപ്പൊ കിലോഗ്രാംസ് ആണെങ്കിൽ വേർഡ്സിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ചോദിക്കുന്നത് UQC ആണ്. UQC മീൻസ് യൂണിറ്റ് ക്വാണ്ടിറ്റി കോഡ്. അത് GSTയുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ GSTയുടെ ഭാഗമായിട്ട് ഒരു സ്റ്റാൻഡർഡൈസ് ഫോർമാറ്റ് ഉണ്ട് ഈ പറയുന്ന യൂണിറ്റ്സ് ഓഫ് മെഷറിന്. അത് ടാലിയിൽ ഡിഫോൾട്ട് ആയിട്ട് തന്നിട്ടുണ്ട്. വി ഹാവ് ടു സെലക്ട് ഇറ്റ് ഫ്രം ദ പോപ്പപ്പ് ലിസ്റ്റ്. ആ പോപ്പപ്പ് ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി. ദെൻ അതിനുശേഷം ചോദിക്കുന്നത് ഡെസിമൽ പ്ലേസസ് ആണ്. എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അത് നമുക്ക് എത്രയാന്ന് വെച്ചാൽ നമുക്ക് 1, 2 എന്നുള്ളത് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ദെൻ യു ക്യാൻ പ്രസ് എൻ്റർ ടു ആക്സെപ്റ്റ് ഇറ്റ്, അല്ലെങ്കിൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്? ഗേറ്റ്വേ ഓഫ് ടാലി ഇൻവെന്ററി ഇൻഫോ യൂണിറ്റ്സ് ഓഫ് മെഷർ ഡിസ്പ്ലേ, ദാറ്റ് ഇസ് IUD. ഓൾട്ടർ ചെയ്യണമെങ്കിലോ ഓൾട്ടർ ചെയ്യാനായിട്ട് ഗേറ്റ്വേ ഓഫ് ടാലി ഇൻവെന്ററി ഇൻഫോ യൂണിറ്റ്സ് ഓഫ് മെഷർ ഓൾട്ടർ, ദാറ്റ് ഇസ് IUA. ഇനി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഇസ് സെയിം സ്റ്റെപ്സ് തന്നെയാണ് അല്ലെ.
അപ്പോൾ എന്താണത്? ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, യൂണിറ്റ്സ് ഓഫ് മെഷർ, ഓൾട്ടർ. Then you have to select the unit of measure that is to be deleted. Then you can press Alt plus D to delete it. Our next topic is stock items. Stock items are those items which are dealt in an organization. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ അവർ ഡീൽ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള പ്രൊഡക്ട്സിനെയാണ് നമ്മൾ സ്റ്റോക്ക് ഐറ്റംസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ എക്സാമ്പിൾ പ്രകാരം നമ്മൾ ഏതാണ് കണ്ടത്? സാംസങ് ഗാലക്സിയുടെ ഗാലക്സി M31, M51 എന്ന് പറയുന്ന ഓരോ പ്രൊഡക്ട്സിനെയാണ് നമ്മളവിടെ സ്റ്റോക്ക് ഐറ്റംസ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് ടാലിയിൽ ക്രിയേറ്റ് ചെയ്യണേ, ഡിസ്പ്ലേ ചെയ്യണേ, ഓൾട്ടർ ചെയ്യണമെന്ന് കാണാം. ആദ്യം തന്നെ സിംഗിൾ മോഡിൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണാം. ടു ക്രിയേറ്റ് what are the സ്റ്റെപ്സ് എന്തായിരിക്കും? ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, സ്റ്റോക്ക് ഐറ്റംസ്, സിംഗിൾ ക്രിയേറ്റ്. അവിടെ സ്റ്റോക്ക് ഐറ്റത്തിന്റെ ഐ ആണ് ഹൈലൈറ്റഡ് ആയിട്ടുള്ള കീ അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഷോർട്ട് കട്ട് പാത്ത് എന്തായിരിക്കും? IIC. ഇനി അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം. വാട്ട് ആർ ദ ഡീറ്റെയിൽ? ഫസ്റ്റ്ലി വി ഹാവ് ടു ടൈപ്പ് ദ നെയിം ഓഫ് ദാറ്റ് സ്റ്റോക്ക് ഐറ്റം. ദെൻ വി ഹാവ് ടു ഗിവ് ദ അലിയാസ്, ഓൾട്ടർനേറ്റീവ് നെയിം ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ആഫ്റ്റർ ദാറ്റ് അണ്ടർ ഏതാണെന്ന് ചോദിക്കുന്നത്, ഏത് ഗ്രൂപ്പ് ആണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ദെൻ കാറ്റഗറി ഏതാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഏത് കാറ്റഗറിയുടെ കീഴിലാണ് വരുന്നതെന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ആഫ്റ്റർ ദാറ്റ് യൂണിറ്റ്സ് ഓഫ് മെഷർ, അതും നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കണം. അപ്പൊ നമുക്ക് ആ ഏത് യൂണിറ്റ്സ് ആണ് ഈ പ്രൊഡക്റ്റിന്റെ യൂണിറ്റ്സ്, ഇവിടെ മൊബൈൽ ഫോൺസ് ആയതുകൊണ്ട് നമ്മുടെ നമ്പേഴ്സ് ആണ് അല്ലെ. അപ്പൊ ആ യൂണിറ്റ്സ് ഓഫ് മെഷർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ദെൻ വി ക്യാൻ ഗിവ് ദ ടാക്സ് ഡീറ്റെയിൽസ്. GST ഉണ്ട്. അപ്പോൾ GSTയുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. അതിന്റെ റൈറ്റ് സൈഡിൽ നമുക്ക് അതിന്റെ ഓപ്ഷൻസ് ഉണ്ടാവും. വി ക്യാൻ ഗിവ് ദ ഡീറ്റെയിൽസ് ആൻഡ് ദെൻ വി ക്യാൻ സേവ് ഇറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി അത് ഡിസ്പ്ലേ ചെയ്യാനോ? ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, സ്റ്റോക്ക് ഐറ്റംസ്, ഡിസ്പ്ലേ. അപ്പോൾ IID. ദെൻ ടു ഓൾട്ടർ, ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, സ്റ്റോക്ക് ഐറ്റംസ്, സിംഗിൾ, alter, that is IIA. What over the alterations, then you can save it. Then delete ചെയ്യാനോ? സിംഗിൾ മോഡിൽ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ തന്നെ ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, സ്റ്റോക്ക് ഐറ്റം, സിംഗിൾ, ഓൾട്ടർ അല്ലെ, ഓൾട്ടറേഷൻ മോഡിലാണ് ചെയ്യുന്നത്. ദെൻ വി ക്യാൻ സെലക്ട് ദ ഐറ്റം ദാറ്റ് ഈസ് ടു ബി ഡിലീറ്റഡ്. ദെൻ യു ക്യാൻ പ്രസ് Alt plus D. അത് കഴിഞ്ഞിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് പ്രോംപ്റ്റ് ചോദിക്കുമ്പോൾ യെസ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് അതിനെ സേവ് ചെയ്യും. ദെൻ ഇനി ഇതെല്ലാം തന്നെ നമുക്ക് മൾട്ടിപ്പിളും ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ സ്റ്റെപ്സ് എന്താണ്? അത് ടു ക്രിയേറ്റ് ആണെങ്കിൽ ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, സ്റ്റോക്ക് ഐറ്റംസ്, മൾട്ടിപ്പിൾ, ക്രിയേറ്റ്, IIR. ദെൻ ടു ഡിസ്പ്ലേ, ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, സ്റ്റോക്ക് ഐറ്റംസ്, മൾട്ടിപ്പിൾ, ഡിസ്പ്ലേ, ദാറ്റ് ഇസ് III. Then to alter, gateway of tally, inventory info, stock items, multiple, alter, that is IIT. Next topic we are going to see is godowns. Godowns എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a place to store the stocks അല്ലെ, അല്ലെങ്കിൽ where the stocks are held. എവിടെയാണ് നമ്മൾ ആ സ്റ്റോക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ സ്ഥലത്തിനെയാണ് നമ്മൾ ഗോഡൌൺസ് എന്ന് പറയുന്നത്. അത് ഡിഫറെന്റ് ലൊക്കേഷൻസ് ആകാം, രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലോ ഒന്നിൽ കൂടുതലുള്ള വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കാം അല്ലെ. അപ്പൊ നേരത്തെ പറഞ്ഞ നമ്മൾ കണ്ട എക്സാമ്പിളിൽ നമുക്ക് വേണമെങ്കിൽ ഗോഡൌൺസ് കോട്ടയത്ത് ഒരെണ്ണമുണ്ട്, കൊല്ലത്ത് ഒരെണ്ണമുണ്ട്, അങ്ങനെ രണ്ട് ഗോഡൌൺസ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതിന്റെ സ്റ്റെപ്സ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് സിംഗിളിൽ ആദ്യം കാണാം. ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, ഗോഡൌൺസ്, അതിന്റെ D ആണ് ഷോർട്ട് കട്ട് കീ, ഗോഡൌൺസ്, ദെൻ സിംഗിൾ ക്രിയേറ്റ്. അപ്പൊ അതിന്റെ ഷോർട്ട് കട്ട് പാത്ത് എന്തായിരിക്കും? IDC. എന്നിട്ട് അതിന്റെ വിൻഡോയിൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കണം അല്ലെ. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്? വി ഹാവ് ടു ഗിവ് ദ നെയിം, ഏതാ സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ഗോഡൌൺ ഇരിക്കുന്ന ലൊക്കേഷന്റെ പേര് കൊടുക്കുക. അതിനുശേഷം അണ്ടർ പ്രൈമറി ആണോ, അതായത് മെയിൻ ആയിട്ടുള്ള ലൊക്കേഷൻ ആണെങ്കിൽ പ്രൈമറി എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ഒരു ഗോഡൌണിന്റെ കീഴിലാണ് ഇത് വരുന്നതെങ്കിൽ അതിന് സെക്കൻഡറി ആയിട്ടും കാണിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്ത് നമ്മൾ സേവ് ചെയ്യുന്നു. ഇനി അത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് എന്താ ചെയ്യണേ? ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, ഗോഡൌൺസ്, display, that is IDD. Then to alter, gateway of tally, inventory info, godowns, single, alter, that is IDA. Then to delete, gateway of tally, inventory info, godowns, single, alter ൽ തന്നെ പോയിട്ട് whichever is to be deleted അതിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് പ്രസ് Alt plus D. ഇങ്ങനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. ഇനി മൾട്ടിപ്പിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. മൾട്ടിപ്പിൾ ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, ഗോഡൌൺസ്, മൾട്ടിപ്പിൾ, ക്രിയേറ്റ്. അതിന്റെ ഷോർട്ട് കട്ട് പാത്ത് എന്ന് പറയുന്നത് IDR. ദെൻ ടു ഡിസ്പ്ലേ ഇറ്റ് ഇസ് IDI, ദാറ്റ് ഇസ്
Gateway of Tally, inventory info, go downs, multiple, display. Then to alter, Gateway of Tally, inventory info, go downs, multiple, alter. That is IDT. ഇങ്ങനെയാണ് നമ്മൾ ഓൾട്ടർ ചെയ്യുന്നത്. ഇനി ഇതെല്ലാം ടാലിയിൽ എങ്ങനെ ചെയ്യണമെന്ന് കൂടി നമുക്ക് കാണാം. അടുത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത് 3 കാര്യങ്ങളാണ്. ഇൻവെന്ററി ഇൻഫോയിൽ സ്റ്റോക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്, യൂണിറ്റ് ഓഫ് മെഷർ ക്രിയേറ്റ് ചെയ്യാനുണ്ട്, ഗോ ഡൗൺസ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഇതിൽ ആദ്യം നമ്മൾ യൂണിറ്റ് ഓഫ് മെഷറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. കാരണം അതിന് ഈ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് അവിടെ യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ യൂണിറ്റ് ഓഫ് മെഷർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, യൂണിറ്റ് ഓഫ് മെഷർ എൻ്റർ ചെയ്തു. അവിടെ നമ്മൾ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. അപ്പോൾ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയി. അതിൽ നമ്മൾ ആദ്യം തന്നെ ടൈപ്പ് ആണ് ചോദിക്കുന്നത്, സിമ്പിൾ ആണോ കോമ്പൗണ്ട് ആണോ എന്നുള്ളതാണ്. നമ്മുടെ ഇത് മൊബൈൽ ഫോൺസ് ആയതുകൊണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ സിമ്പിൾ എന്നുള്ളത് സെലക്ട് ചെയ്തു. അടുത്തത് നമ്മളോട് സിമ്പിൾ ആണ് ചോദിക്കുന്നത്. സിമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ നമ്പേഴ്സ് എന്നുള്ളതല്ല, NO എന്ന് കൊടുക്കാം, നമുക്ക് നമ്പർ എന്ന് കൊടുത്തു. അതിൻ്റെ ഫോർമൽ നെയിമാണ് ചോദിക്കുന്നത്, നമ്പേഴ്സ് എന്ന് നമ്മൾ അതിൻ്റെ ഫുൾ നെയിം ടൈപ്പ് ചെയ്തു. അത് അടുത്തത് ചോദിക്കുന്നത് യൂണിറ്റ് ക്വാണ്ടിറ്റി കോഡാണ്. UQC എന്ന് പറയുന്നത് GST നെറ്റ്വർക്കിലുള്ളതാണ്. അത് സ്റ്റാൻഡേർഡൈസ് ഫോർമാറ്റ് ഫോർ ദിസ് യൂണിറ്റ് കോഡാണ്. അതായത് സ്റ്റാൻഡേർഡൈസ് ഫോർമാറ്റ് ഫോർ ദ യൂണിറ്റ് ഓഫ് മെഷറിനുള്ളതാണിത്. അത് നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് തന്നെ ടാലിയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്താൽ മതി. ഇവിടെ നമ്മുടെ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ കീബോർഡിൽ N പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ N വെച്ചിട്ടുള്ള എല്ലാ UQCയും കാണാനായിട്ട് സാധിക്കും. അവിടെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ നമ്പേഴ്സ്. അതിന് എൻ്റർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ചെയ്യാനായിട്ട് അതിൽ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഡെസിമൽ പ്ലേസസ് ആണ് ചോദിക്കുന്നത്. നമ്പേഴ്സിന് നമുക്ക് ഡെസിമൽ പ്ലേസസ് ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. എൻ്റർ അടിച്ച് ആക്സെപ്റ്റ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി അത് ഡിസ്പ്ലേ ആണെങ്കിലോ, ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, യൂണിറ്റ്സിൽ ഡിസ്പ്ലേ D. അത് ഏതാണെന്ന് വെച്ചാൽ ഡിസ്പ്ലേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ കാണാനായിട്ട് സാധിക്കും. അടുത്തത് നമ്മൾ ഓൾട്ടർ ചെയ്യാനായിട്ട് ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോ, യൂണിറ്റ്സിൽ ഓൾട്ടറിൽ പോകാം. അതിൽ ഏതാണെന്ന് ഓൾട്ടർ ചെയ്യേണ്ടത് വെച്ചാൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്പേഴ്സ് എന്നുള്ള ഓൾട്ടറേഷൻ മാറ്റാൻ പറ്റി, നമ്പേഴ്സ് എന്നാക്കാം, NO yes എന്നാക്കി. അപ്പം നമ്പേഴ്സ് എന്നാക്കി. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഓൾട്ടറേഷൻ വരുത്തി കൺട്രോൾ A കൊടുക്കുക, എൻ്റർ ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യാം. ഇനി ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ സെയിം പ്രോസസ്സിൽ തന്നെ പോകണം. ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോയിൽ ഓൾട്ടറിൽ പോയിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അതിന് നമ്മൾ Alt D എന്നുള്ളത് കീബോർഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യണമെന്നുള്ള പ്രോംപ്റ്റ് വന്നു. വേണമെന്നുണ്ടെങ്കിൽ ലെസ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നോ കൊടുത്തിട്ട് അത് ഡിലീറ്റ് ചെയ്യാതിരിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ ഓപ്ഷൻ. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് സ്റ്റോക്ക് ഐറ്റംസ് ആണ്. സ്റ്റോക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോയിൽ സ്റ്റോക്ക് ഐറ്റംസ്, അവിടെ I ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് കീ, അതിൽ എൻ്റർ ചെയ്യാം. ആദ്യം തന്നെ സിംഗിളിൽ ക്രിയേറ്റ് ചെയ്യാൻ C എൻ്റർ ചെയ്തു. അപ്പോൾ നമുക്ക് വരുന്ന സ്റ്റോക്ക് ക്രിയേഷൻ്റെ വിൻഡോ ഉണ്ട്, സ്റ്റോക്ക് ഐറ്റം ക്രിയേഷൻ വിൻഡോ. ആദ്യം ചോദിക്കുന്നത് നെയിം ആണ്. നമ്മളിവിടെ മൊബൈൽസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം സാംസങ്ങിൻ്റെ കീഴിലുള്ള ഗാലക്സി M21 M31 ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. നെയിം അടിച്ചു, അലിയാസ് ഉണ്ടെങ്കിൽ അത് അലിയാസ് കൊടുക്കാം. അടുത്ത് ചോദിക്കുന്നത് അണ്ടർ ഏത് ഗ്രൂപ്പിലാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പോപ്പപ്പ് ലിസ്റ്റിൽ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നത് ഓപ്പോയുണ്ട്, ടീച്ചർ ക്രിയേറ്റ് ചെയ്ത് ഓപ്പോയും സാംസങ് ഉണ്ട്, പ്രൈമറി ഉണ്ട്. നമുക്കിവിടെ സാംസങ്ങിൻ്റെ കീഴിലാണ് അത് വരേണ്ടത്, അതുകൊണ്ട് സാംസങ് എൻ്റർ ചെയ്തു. ദെൻ അടുത്ത് ചോദിക്കുന്നത് കാറ്റഗറിയാണ്. അതും നമുക്ക് പോപ്പപ്പ് ലിസ്റ്റിൽ കാണാൻ സാധിക്കുന്നത് മൊബൈൽ ഫോൺ, നോട്ട് ആപ്ലിക്കബിൾ മൊബൈൽ ഫോൺസ് ആൻഡ് ടെലിവിഷൻസ് ഉണ്ട്. ഇത് മൊബൈൽ ഫോൺ കാറ്റഗറിയുടെ കീഴിലായതുകൊണ്ട് മൊബൈൽ ഫോൺസ് ടീച്ചർ എൻ്റർ ചെയ്തു. ദെൻ യൂണിറ്റ്സ് ഓഫ് മെഷർ ആണ് ചോദിക്കുന്നത്. യൂണിറ്റ്സ് ചോദിക്കുന്നത് ആപ്ലിക്കബിൾ ആണോ എന്നുള്ളതാണ്. നമ്പേഴ്സ് ആണ് അതിൻ്റെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള യൂണിറ്റ്സ്, അപ്പോൾ അത് എൻ്റർ ചെയ്തു. അടുത്തത് ചോദിക്കുന്നത് സ്റ്റാറ്റുട്ടറി ഇൻഫർമേഷൻ ആണ്. ദാറ്റ് ഇസ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ടാക്സ് ആണ്. അവിടെ GST ആപ്ലിക്കബിൾ ആണോ എന്നുള്ളത് യെസ് എന്നുള്ളതിൽ എൻ്റർ അടിച്ചു കൊടുത്തു. സെറ്റ് ഓർ ഓൾട്ടർ GST ഡീറ്റെയിൽസ് എന്നുള്ളത് നമ്മൾ യെസ് എന്നുള്ളത് അടിച്ചു. ദെൻ എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ എന്നുള്ള ഡീറ്റെയിൽസ് ചോദിക്കുന്നു. ഓൺ വാല്യൂ ആണെന്ന് കാണിച്ചു. ടാക്സബിലിറ്റി ആണോ എന്നുള്ള ടാക്സബിലിറ്റി ചോദിക്കുമ്പോൾ അത് ടാക്സബിൾ ആണ്, അതുകൊണ്ട് ടാക്സബിൾ എന്ന് കാണിച്ചു. എത്രയാണ് അതിൻ്റെ റേറ്റ്, ഇൻ്റഗ്രേറ്റഡ് ടാക്സ് ചോദിക്കുന്നു. 18% എന്നുള്ളത് ടൈപ്പ് ചെയ്തു. ദെൻ ടൈപ്പ് ഓഫ് സപ്ലൈ, GST എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ട്. അപ്പോൾ ഗുഡ്സ് ആണിത്, ഗുഡ്സിൽ വരുന്നതുകൊണ്ട് ഗുഡ്സ് എന്നുള്ളത് എൻ്റർ ചെയ്തു. ഡ്യൂട്ടി ഇല്ല. അങ്ങനെ നമ്മളതിനെ ഇനി എൻ്റർ അടിച്ച് നമുക്ക് സേവ് ചെയ്യാം. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കാം. അതില്ലാത്തതുകൊണ്ട് നമ്മൾ കൺട്രോൾ A കൊടുത്ത് നമ്മൾ അതിനെ സേവ് ചെയ്യാണ്. ഇങ്ങനെ നമ്മളതിന് ഐറ്റം ക്രിയേറ്റ് ചെയ്യും. ഇനി ഡിസ്പ്ലേ ചെയ്യണമെങ്കിലോ ഗേറ്റ്വേ ഓഫ് ടാലി, ഇൻവെന്ററി ഇൻഫോയിൽ സിംഗിളിൽ ഡിസ്പ്ലേ കാണാനായിട്ട് സാധിക്കും. ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് അതിൻ്റെ ഡിസ്പ്ലേ കാണാം. അതുപോലെ ഓൾട്ടർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഗേറ്റ്വേ ഓഫ് ടാലിയിൽ തന്നെ ഇൻവെന്ററി ഇൻഫോയിൽ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ ഓൾട്ടർ, സിംഗിളിൽ ഓൾട്ടർ എടുത്തു.
അതിന് ഏതാന്ന് വെച്ചാൽ ഓൾട്രേഷൻ നമുക്ക് ഓപ്പൺ ചെയ്ത് ഓൾട്രേഷൻ ഇവിടെ ഏതെങ്കിലും ഓൾട്രേഷൻ വരുത്തുന്നുണ്ടെങ്കിൽ ഓൾട്രേഷൻ വരുത്താം. തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. ദെൻ ഡിലീറ്റ് ചെയ്യണമെങ്കിലും ഇതുപോലെ തന്നെ ഓൾട്രേഷൻ മോഡിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന് Alt D അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. യെസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവും, നോ ആണെങ്കിൽ അങ്ങനെ തന്നെ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്ത് നമുക്ക് കാണാനുള്ളത് ഗോഡൗൺസ് ആണ്. ഗോഡൗൺസ് ഗേറ്റ്വേ ഓഫ് ടാലി ഇൻവെന്ററി ഇൻഫോയിൽ ഗോഡൗൺസ് ഡി ആണ് അതിൻ്റെ ഹൈലൈറ്റഡ് ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഡി എൻ്റർ അടിച്ചു കൊടുത്താലും മതി, ഡി ടൈപ്പ് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. അതിൽ സിംഗിളിൽ നമ്മൾ ക്രിയേറ്റ് ആണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളോട് നെയിം ചോദിക്കുകയാണ്. നെയിം ഗോഡൗണിൻ്റെ പേര് നമ്മൾ കൊല്ലം കോട്ടയമാണ് കണ്ടത്. അപ്പോൾ നമ്മൾ കൊല്ലം എന്ന് കൊടുക്കാം നമ്മുടെ എക്സാമ്പിൾ പ്രകാരം. അതിന് അലിയാസ് ഉണ്ടെങ്കിൽ അലിയാസ് നമ്പർ കൊടുക്കാം, അലിയാസിൻ്റെ ഓൾട്ടർനേറ്റീവ് നെയിം കൊടുക്കാം. അണ്ടർ എന്നുള്ളത് ഏതാണെന്നാണ്, പ്രൈമറി ആണ്, മെയിൻ ലൊക്കേഷൻ പ്രൈമറി എന്നുള്ളത് ടാലിയിൽ തന്നെ തന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അലൗ സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽസ് യെസ് ആണ്. ബാക്കി ഇത് തേർഡ് പാർട്ടി സ്റ്റോക്ക് വിത്ത് തേർഡ് പാർട്ടി ഉണ്ടോ, തേർഡ് പാർട്ടി സ്റ്റോക്ക് വിത്ത് അസ് എന്നുള്ളത് അതിൻ്റെ യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ കൊടുത്ത് നമുക്ക് അതിനെ സേവ് ചെയ്യാം. കൺട്രോൾ A കൊടുത്ത് ടീച്ചർ സേവ് ചെയ്യുന്നു. ഇനി അത് ഡിസ്പ്ലേ കാണാനും ഇതുപോലെ തന്നെ സാധിക്കും. ഗേറ്റ്വേ ഓഫ് ടാലി ഇൻവെന്ററി ഇൻഫോ ഗോഡൗൺസിൽ ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ കാണാം. ഓൾട്ടർ ചെയ്യണമെങ്കിൽ ഗേറ്റ്വേ ഓഫ് ടാലി ഇൻവെന്ററി ഇൻഫോയിൽ ഗോഡൗൺസിൽ ഓൾട്ടറിൽ കയറി കഴിഞ്ഞാൽ അതിന് ഓൾട്ടറേഷൻസ് വരുത്താനായിട്ട് സാധിക്കും. ഡിലീറ്റ് ചെയ്യണമെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാം. ഇതെല്ലാം തന്നെ നമുക്ക് മൾട്ടിപ്പിളിലും ചെയ്യാനായിട്ട് സാധിക്കും. സോ ടു കൺക്ലൂഡ്, ഇന്ന് നമ്മൾ എന്തെല്ലാമാണ് കണ്ടത്? സ്റ്റോക്ക് കാറ്റഗറീസ്, സ്റ്റോക്ക് ഗ്രൂപ്പ്സ്, സ്റ്റോക്ക് ഐറ്റംസ്, യൂണിറ്റ് ഓഫ് മെഷർ ആൻഡ് ഗോഡൗൺ. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.